മറ്റുള്ള അതായത് പേരന്റ് ക്ലാസ്സിനെ ചൈൽഡ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ നെയിം ഉണ്ടോ ഒന്ന് പോളി, ഇന്നൊന്ന് മോർഫിസം. പോളി എന്ന് വെച്ചാൽ മെനിയാണ്, മൾട്ടിപ്പിൾ ആക്ഷൻസ് ആണ്, ബിഹേവ്സ് ആണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഹായ്, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്തു, ഇൻഹെറിറ്റൻസ് എന്താ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് ഒബ്ജക്റ്റ് എന്നുള്ള കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഉള്ളത് ഊപ്സ് തന്നെ. ഊപ്സ് കഴിഞ്ഞിട്ടില്ല. ഊപ്സ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ ഈ ക്ലാസ് ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, പിന്നെ അതുപോലെ അബ്സ്ട്രാക്ഷൻ, പിന്നെയാണ് നമ്മുടെ എൻകാപ്സുലേഷൻ. ഇത്രയും കൺസെപ്റ്റ് അടങ്ങിയതാണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താ, പിന്നെ അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് എന്താന്നുള്ളത് പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ പോളിമോർഫിസം. ഓക്കെ, എന്താണ് പോളിമോർഫിസം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇനി വരുന്ന എല്ലാം ക്ലാസ്സും ഒബ്ജക്റ്റിനെ ബൈസാണ്. അതായത് ഏത് കൺസെപ്റ്റ് എടുക്കണമെങ്കിൽ ക്ലാസ് ഒബ്ജക്റ്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ക്ലാസ് എന്താ ഒബ്ജക്റ്റ് എന്താന്ന് ആദ്യം തന്നെ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇൻഹെറിറ്റൻസിൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പറഞ്ഞു. ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്തു, ആ ക്ലാസ് എന്താ ഒബ്ജക്റ്റ് എന്താന്ന് പറഞ്ഞിട്ടാണ്, അതായത് ക്ലാസ്സും ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തത്. അതായത് പേരന്റ് ക്ലാസ്സിനെ ചൈൽഡ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യും. അപ്പം അതാണ് നമുക്ക് ക്ലാസ് ഒബ്ജക്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ അതിന് വറീഡ് ആവേണ്ട. നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അത് മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കാണുക. കണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ ഒരു കൺസെപ്റ്റും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പോളിമോർഫിസം എന്നാണ് നമ്മളെ ഇന്നത്തെ ടോപ്പിക്ക്. നിങ്ങൾ നോക്കുക, പോളിമോർഫിസം പറയുമ്പോൾ തന്നെ അവിടെ 2 വേർഡ്സ് ഉണ്ട്. ഒന്ന് പോളി, ഇന്നൊന്ന് മോർഫിസം. ഇങ്ങനെയാണ് 2 എണ്ണം. അപ്പോൾ ഈ പോളി എന്താ, മോർഫിസം എന്താ വെച്ചാൽ, ഈ പോളി എന്ന് വെച്ചാൽ മെനി എന്നാണുള്ള മീനിങ് ആണ്. പോളി എന്ന് വെച്ചാൽ മെനി, അതായത് കൂടുതൽ, കുറെ, മെനി വെച്ചാൽ പലതും എന്നുള്ളതാണ് മെനി. ഇനി മോർഫിസം എന്താ, മോർഫിസം എന്ന് വെച്ചാൽ ഫോംസ് ആണ്, പല ഫോംസ് അല്ലെങ്കിൽ ബിഹേവ്സ് എന്നൊക്കെ പറയാം. മോർഫിസം വെച്ചാൽ ബിഹേവ്സ് അല്ലെങ്കിൽ ഫോംസ്, അതായത് പല ടൈപ്പ് ഓഫ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെയാണ് പോളിമോർഫിസം വെച്ചത്. അപ്പോൾ എന്തുകൊണ്ട് അതിന് പേര് വന്നു, എന്തിനാണ് ആ പേര് പറഞ്ഞതും, പിന്നെ അതുപോലെ തന്നെ എന്താണ് പോളിമോർഫിസം എന്നുള്ളത് നമ്മൾ ഇന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ നെയിം ഉണ്ടോ ഒന്ന് പോളി, ഇന്നൊന്ന് മോർഫിസം. പോളി എന്ന് വെച്ചാൽ മെനിയാണ്, മറ്റു മോർഫിസം എന്ന് വെച്ചാൽ ഫോം, മൾട്ടിപ്പിൾ ഫോം ബിഹേവ്സ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇപ്പം എന്താന്ന് വെച്ചാൽ, ശരിക്കും വെച്ചാൽ പോളിമോർഫിസമിൻ്റെ ചുരുക്കം നമ്മൾ റിയൽ ടൈം എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ, ഒറ്റ ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ആക്ഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളിമോർഫിസം പറയുന്നത്. ഒന്നുകൂടി പറയാം, ഒറ്റ ടൈമിൽ നമുക്ക് മൾട്ടിപ്പിൾ ആക്ഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളിമോർഫിസം എന്നുള്ള പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിയൽ ടൈം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് റിയൽ ടൈം ഒറ്റ കാര്യം മൾട്ടിപ്പിൾ, അതായത് ഒറ്റ സമയം മൾട്ടിപ്പിൾ ആക്ഷൻസ് ഉണ്ടാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു റിയൽ ടൈം എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു പേഴ്സൺ എടുത്തു നോക്കാം. നമുക്കിപ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, മൾട്ടിപ്പിൾ ബിഹേവ്സ് ഉണ്ട്. ഒറ്റ ആളാണ് നിങ്ങൾ, മൾട്ടിപ്പിൾ ബിഹേവ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്തായിരിക്കാം, ഇപ്പോൾ കാണുമ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. അപ്പോൾ ഈ സ്റ്റുഡൻ്റ് ആകുമ്പോൾ നിങ്ങളെ മൈൻഡ് സെറ്റ്, നിങ്ങളെ ബിഹേവ്സ് എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻസ് രീതിയിലാണ് നിങ്ങളെ ബിഹേവ്സ് ഉണ്ടാവും, അല്ലേ? സ്റ്റുഡൻസ് ആകുമ്പോൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, എഴുതിയെടുക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അല്ലേ? അതാണ് എന്ത്, ഒരു ഉദാഹരണം. പിന്നെ വേറെ ഒന്ന് പറഞ്ഞാൽ, അതേ മനുഷ്യൻ, അതായത് നിങ്ങൾ തന്നെ എന്താവും, ഒരു ബ്രദറായി മാറും. നിങ്ങൾക്കിപ്പോൾ സിസ്റ്ററോ അല്ല, നിങ്ങളെ സിസ്റ്ററോ ബ്രദറോ ആവാം. ഇപ്പോൾ കാണുന്ന ഒരു സിസ്റ്ററാണെങ്കിൽ സിസ്റ്റർ. ഓക്കെ, അപ്പോൾ സിസ്റ്ററും ബ്രദറും ആവാണ്. അപ്പോൾ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും ബിഹേവ് എന്താ, അവരെന്ത് ചെയ്യും, കെയറിങ് ആയിരിക്കും, റെസ്പെക്റ്റ് ആയിരിക്കും. ബിഗ് ബ്രദർ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, റെസ്പെക്റ്റ് ആയിരിക്കും. സ്മോൾ ബ്രദേഴ്സിനോട് നമ്മൾ എന്ത് ആയിരിക്കും, നല്ല കൈൻഡ് ആയിരിക്കും, മീൻസ് സ്നേഹം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ബിഹേവ് മാറുന്നുണ്ട്. സ്റ്റുഡൻറ്റിൽ നിന്ന് നേരെ എന്ത് ചെയ്യും, ബ്രദറിലേക്ക് മാറും.
നമ്മൾ ചിലപ്പോൾ ഇവിടെ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഒരു സൺ ആയിരിക്കും അല്ലെങ്കിൽ ഡോട്ടർ ആയിരിക്കും. അപ്പോൾ അവരെങ്ങനെയെന്ന് വെച്ചാൽ ഫാദറിൻ്റെ മുന്നിലും ഇല്ലെങ്കിൽ മദറിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവർക്കുള്ള സ്നേഹം വേറെ തന്നെയാണ്. ബിഹേവ് മാറും. ബ്രദറിൻ്റെ അടുത്തും അതേപോലെ പേരൻസിൻ്റെ അടുത്ത് നിൽക്കുന്നതും ഡിഫറെൻറ്റ് സ്നേഹമാണ്, ഡിഫറെൻറ്റാണ് ബിഹേവ്സും അല്ലേ. അവരടുത്ത് റെസ്പെക്റ്റ് ആയിരിക്കും, ഇവരടുത്ത് കൈൻഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ സ്നേഹം അങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യും പോകും. ഓക്കെ, ഈ പറഞ്ഞ ആൾ തന്നെ ഇപ്പം ഈ കാണുന്ന വീഡിയോ നിങ്ങൾ തന്നെ എന്താവും, നാളെ ഒരു ഹസ്ബൻഡ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു വൈഫായിരിക്കാം. അപ്പം നിങ്ങൾ ഈ ബ്രദറിൻ്റെ അടുത്തും മദറിൻ്റെ അടുത്തും നിൽക്കുന്ന പോലെയല്ല നിങ്ങളെ ബിഹേവ് മാറും, നേരെ മാറും. വൈഫിൻ്റെ അടുത്തും പിന്നെ അല്ല ഹസ്ബൻഡിൻ്റെ അടുത്ത് എത്തുമ്പോൾ നിങ്ങളെ ബിഹേവ് മാറും. ഓക്കെ, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ ടൈമിലും അതായത് നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് നിങ്ങൾ മാറുന്നത്. നിങ്ങളൊരു ലീഡറാണ്, ഇല്ലെങ്കിൽ കമ്പനിൻ്റെ ഒരു CEO ആണ്, അല്ലെങ്കിൽ മാനേജറാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എംപ്ലോയീസിൻ്റെ അടുത്ത് നിങ്ങളെ ബിഹേവ് മാറും. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റാഫാണ്, ഒരു ഓണറുണ്ട്, ഓണറിൻ്റെ സ്റ്റാഫാണ്. അപ്പോൾ സ്റ്റാഫാകുമ്പോൾ നിങ്ങളെ ബിഹേവ് മാറും മറ്റുള്ളതിനേക്ക്. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ഒരുത്തരം തന്നെ നിങ്ങളെ മൾട്ടിപ്പിൾ ആക്ഷൻസാണ്, ബിഹേവ്സാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇതിനെയാണ് പോളിമോർഫിസം എന്നുള്ള റിയൽ ടൈം എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ടെക്നിക്കൽ വേർഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കലി ജാവയിൽ വന്നു കഴിഞ്ഞാൽ ഈ പോളിമോർഫിസം ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ആളും മൾട്ടിപ്പിൾ ബിഹേവ്സും. ഓക്കെ, ഒരു സംഭവം മൾട്ടിപ്പിൾ ബിഹേവ്സ് ആണ് പോളിമോർഫിസം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈ പോളിമോർഫിസിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, രണ്ട് ടോപ്പിക് എന്ന് വെച്ചാൽ ഒന്ന് മെത്തഡ് ഓവർലോഡിങ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ മെത്തഡ് ഓവർലോഡിങ് എന്താ വെച്ചാൽ ഈ കമ്പൈലിംഗ് ടൈമിങ്ങിൽ നടക്കുന്ന ഒരു സംഭവമാണ് മെത്തഡ് ഓവർലോഡിങ് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ മൈൻഡ് എന്ത് ചെയ്യേണ്ട, ഒരു ഡിസ്ട്രാക്ട് മീൻസ് ഒരു എന്താണ് എന്നുള്ളത് ചിന്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ ആയിട്ടൊന്നും അടിക്കണ്ട. കാരണം എന്താ വെച്ചാൽ അത് പറഞ്ഞിരുന്നാണ്. ഓക്കെ, അപ്പോൾ മെത്തഡ് ഓവർലോഡിങ് എന്ന് വെച്ചാൽ അതാണ്. ഇനി മെത്തഡ് ഓവർ റൈഡിങ് എന്നുള്ള കൺസെപ്റ്റും കൂടി, അത് റൺ ടൈമിൻ്റെ ടൈമിൽ എന്ത് ചെയ്യുന്ന സംഭവിക്കുന്ന ഒരു ബിഹേവിയറാണ് ഓവർ റൈഡിങ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി മതി. പോളിമോർഫിസം ഉണ്ട്, പോളിമോർഫിസം എന്താണെന്ന് പഠിച്ചു. പിന്നെ പോളിമോർഫിസം തന്നെ രണ്ട് ടൈപ്പ് ഓഫ് സബ്ജക്റ്റിൻ്റെ, ഒന്ന് ഓവർ റൈഡിങ്ങും ഓവർലോഡിങ്ങും എന്നുള്ള രീതിയിൽ. ഓക്കെ, ഓവർ ലോഡിങ്ങും ഓവർ റൈഡിങ്ങും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൺസെപ്റ്റ്സ് ഉണ്ട്. നമ്മളിപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഓവർ ലോഡിങ് എന്ന് വെച്ചാൽ നമുക്ക് പറയേണ്ടത് വെച്ചാൽ ഒറ്റ ഫങ്ഷൻസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ക്ലാസ് ഉണ്ടാക്കി, ക്ലാസ്സിലൊരു സമ്മ് എന്നുള്ളൊരു ഫങ്ഷൻ ഉണ്ടാക്കി, അതിൻ്റെ കീഴിൽ വേറെ ഒരു സമ്മ് എന്നുള്ളത് ഉണ്ടാക്കി. അങ്ങനെ ഒറ്റ ഫങ്ഷൻ നെയിമിൽ എന്തുണ്ടായി ഫങ്ഷൻ നമ്മൾ ഉണ്ടാക്കി. ഒരു ഫങ്ഷൻ നെയിമിൽ 3 ഫങ്ഷൻ ഉണ്ടാക്കി. ഫോർ എക്സാമ്പിൾ സമ്മ് എന്നുള്ളത്. പക്ഷെ ഡിഫറൻസ് പാരാമീറ്റർ ആയിരിക്കും. ഓക്കെ, നമ്മൾ പാരാമീറ്റർ എന്താണെന്ന് പഠിച്ചതാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ. ഓക്കെ, ഒന്നും കൂടി നോക്കുക. അപ്പോൾ ഡിഫറൻസ് പാരാമീറ്റേഴ്സ് ആയിരിക്കും ഈ പറഞ്ഞ ഓവർലോഡിങ്ങിന്. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഓവർ റൈഡിങ് എടുത്തു കഴിഞ്ഞാൽ, ഓവർ റൈഡിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഓവർ റൈഡിങ്ങിൽ നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഇൻഹെറിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. ഇപ്പം ഞാൻ എന്ത് ചെയ്ത്, ഒരു ആനിമൽ എന്നുള്ള സൂപ്പർ ക്ലാസ് ഉണ്ട്, പേരൻറ്റ് ക്ലാസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ. അതിൻ്റെ താഴെ തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കി ഞാൻ. ഒരു ആനിമൽ, ഏതാണ് ആനിമൽ, ഒരു ലയൺ. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞ ലയൺ എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ലയൺ ഉപയോഗിച്ചു. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട, ആനിമലിൽ എന്തുണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്, ഒരു ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആനിമൽ സൗണ്ട് എന്നോ ഇല്ലെങ്കിൽ ആനിമൽ സൗണ്ട് എന്ന് വെക്കാം. ഓക്കെ, സൗണ്ട് എന്ന് വെച്ചാൽ ആ ആനിമലിൽ കൊടുത്തിട്ടുള്ളത് നോർമൽ സൗണ്ട് എന്നുള്ളത് system.out.println നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി ലയൻ്റെ എടുത്താൽ ലയനിൽ ആ ആനിമൽ സൗണ്ട് എന്നുള്ള മെത്തേഡ്, ആ ഫങ്ഷൻ നേരെ അതുപോലെ എന്ത് ചെയ്യും, നമ്മൾ അവിടെ കൊടുക്കും. നിങ്ങൾ ചിന്തിക്കണം, പേരൻറ്റ് ഫങ്ഷൻ ഉണ്ട്, പേരൻറ്റ് ഫങ്ഷൻ, ചൈൽഡ് ഫങ്ഷൻ, അതായത് ഡിറൈവ്ഡ് ഫങ്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് ഉണ്ട്, ക്ലാസ് നമ്മൾ ചെയ്തു. അതായത് ആനിമലിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തെടുത്താണ് ഈ പറഞ്ഞ ലയൻ എന്നുള്ള ക്ലാസ്സും. ആ ക്ലാസ്സിൻ്റെ ഉള്ളിലും സെയിം മെത്തേഡാണുള്ളത്, ഒരേ നെയിമിലുള്ള മെത്തേഡ്സാണ് രണ്ടിലും ഉള്ളത്. പക്ഷെ ഇവിടെ എന്താണ്, ആക്ഷൻ ഉള്ളിൽ എഴുതുന്ന കോഡ് ഡിഫറെൻ്റ് ആണ്. അതായത് ഞാൻ ലയനിലുള്ളത് system.out.println മീൻസ് ലയൻ്റെ സൗണ്ട് എന്താണോ ആ ലയൻ്റെ സൗണ്ടാണ് എഴുതിയത്. ആനിമലിലാണെങ്കിൽ നോർമൽ സൗണ്ടൊന്നും ഇത് ലയൻ സൗണ്ടൊന്നും. ഇപ്പം ഞാൻ ഇതിന് രണ്ടിനും ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഞാൻ ശരിക്കും ഈ ലയനിൽ ഒരു ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട്
ഈ പറഞ്ഞ ആനിമൽ സൗണ്ട് എന്നുള്ള ഫങ്ഷനെ കോൾ ചെയ്താൽ ശരിക്കും വർക്ക് ആവേണ്ടത് ഏതാ? ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ ആനിമൽ എന്നുള്ള ക്ലാസ്സിൻ്റെതായിരിക്കും. പക്ഷെ ഇവിടെ വരുന്നത് അതായിരിക്കില്ല, നേരെ മറിച്ച് ലയൺ എന്നുള്ളതായിരിക്കും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഓവർ റൈഡ് ആവാൻ ചെയ്യുന്നത്, അതായത് ക്ലാസ്സിൽ ആനിമൽ എന്നുള്ള ക്ലാസ്സിൻ്റെ മെത്തഡിൽ ഓവർ റൈഡ് ചെയ്തിട്ട് നമ്മുടെ ലയൺ എന്നുള്ള ക്ലാസ്സിൻ്റെ ഫംഗ്ഷനാണ് ഓവർ റൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒന്നുകൂടി കൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പോളിമോർഫിസം എങ്ങനെ എഴുതുന്നത് എന്നുള്ളത് മെത്തഡ് ഓവർലോഡിങ് വെച്ചിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, ഞാൻ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, മെയിൻ ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓവർലോഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓവർലോഡിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. പബ്ലിക് വോയിഡ് സം എന്നുള്ള ഒരു ക്ലാസ് ഞാൻ ഉണ്ടാക്കുകയാണ്. ഓക്കെ, സം എന്നുണ്ടാക്കി, എന്നിട്ട് ഞാൻ ഇവിടെ പാരാമീറ്റർ ആയിട്ട് എന്താ കൊടുക്കുന്നു, ഒരു ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ റിട്ടേൺ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അതൊന്ന് നോക്കാം. ഞാൻ റിട്ടേൺ ചെയ്യുന്നത് എന്താ വെച്ചാൽ എ പ്ലസ് ബി. ഓക്കെ, ദെൻ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു ഫംഗ്ഷനും കൂടി ഉണ്ടാക്കുന്നു. പബ്ലിക് വോയിഡ് സം, സെയിം ഫംഗ്ഷനാണ്, ഒരു മാറ്റമില്ല. ഇവിടെ ആകെ മാറ്റം വരുന്നത് പാരാമീറ്റേഴ്സിൽ മാത്രമാണ്. ഓക്കെ, എ കോമ ഇൻ ബി കോമ ഇൻ സി. ഓക്കെ, ഇവിടെ എന്തായി, 3 പാരാമീറ്റേഴ്സാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടോ, ഒന്ന് എ ബി സി, ഇവിടെയോ എ ബി എന്നുള്ള 2 പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇനി വീണ്ടും എന്തായിരുന്നു, പബ്ലിക് വോയിഡ് സം ഞാൻ ഉണ്ടാക്കി. വീണ്ടും ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെയും പാരാമീറ്റർ ഒരു 4 പാരാമീറ്റേഴ്സ് ഞാൻ കൊടുക്കുന്നു. ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി കോമ ഇൻറ്റ് സി. ഓക്കെ, സി കോമ ഇൻറ്റ് ഡി എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കൊടുത്തു. ഇവിടെ ഞാൻ ഈ രണ്ടാമത്തെ ഫംഗ്ഷനിൽ ഞാൻ റിട്ടേൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിട്ടേൺ എല്ലാം സം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് സി. ഓക്കെ, സി ആണ്. എന്നിട്ട് നമ്മൾ സെമിക്കോളൻ കൊടുക്കുന്നു. തേർഡ് ഫംഗ്ഷനിൽ ഞാൻ കൊടുക്കുന്നത് എന്താ വെച്ചാൽ റിട്ടേൺ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു സെമിക്കോളൻ കൊടുക്കുന്നു. ഓക്കെ, ഇത് ഞാൻ ഈ 3 ഫംഗ്ഷനെയും ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് മുകളിൽ ഞാൻ ഇടുന്നു, മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലിടുന്നു. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഇട്ടിട്ടുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കണം. മെയിൻ ക്ലാസ്സിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നടക്കുമോ? നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ച പ്രകാരം നടക്കൂല. കാരണം എന്താ, ഇവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. മെയിൻ ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മെയിൻ സ്പേസ് ഞാനിപ്പോൾ എന്തുണ്ടാക്കുന്നു, ഒരു ആഡ് എന്നുള്ള ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്നു. എന്നിട്ട് ന്യൂ കീവേഡിൽ കൊടുത്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് മെയിൻ. ഓക്കെ, മെയിൻ എന്നുള്ള ഒരു ആഡ് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഈ മെയിൻ എന്ന ക്ലാസ്സിൻ്റെ. ഓക്കെ, ഇനി ഞാൻ ആഡ് ഡോട്ട് സം എന്ന് വിളിച്ച് കഴിഞ്ഞാൽ, ഓക്കെ, സം ഞാൻ വിളിച്ചു, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ആഡ് സം എന്ന് വിളിച്ചു. സം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാനിവിടെ 10 and 20 എന്നുള്ള വാല്യൂ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ ആഡ് ഡോട്ട് സം എന്നുള്ള ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ഏതിനാണ് കോൾ ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കി, ഏതായിരിക്കും കോൾ ചെയ്യുക, ഏതാണ് വർക്ക് ആവുക? ഈ പറഞ്ഞതാണോ, ഈ പറഞ്ഞ ആദ്യ ഫംഗ്ഷനാണോ, അല്ല രണ്ടാമത്തെ ഫംഗ്ഷനാണോ, മൂന്നാമത്തെ ഫംഗ്ഷനാണോ? ഇവിടെ ചിന്തിക്കണ ഒന്നുമില്ല. ഈ സം എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ഏത് പാരാമീറ്റർ ആണോ നിങ്ങൾക്ക്, ഏത് ആർഗ്യുമെൻറ്റ് എത്രയാണോ കൊടുത്തത് അതിനനുസരിച്ചിട്ടാണ് കോൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്ത് ചെയ്യും, 10, 20 എന്നാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 10, 20 എന്നുള്ള 2 പാരാമീറ്ററുള്ള ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കും. 2 പാരാമീറ്ററുള്ള ഫംഗ്ഷൻ ഇതാണ്, അപ്പോൾ ഇത് വർക്ക് ചെയ്യും. ഓക്കെ,
മനസ്സിലായോ? ഇനി ഇവിടെ ഞാൻ 3 കൊടുക്കുകയാണ്, ഇപ്പോൾ 13 കൊടുക്കുകയാണ്. അപ്പോൾ ഏതാ വർക്ക് ചെയ്യുക? ഈ 3 പാരാമീറ്റർ ഉള്ളത്. ഇനി 4 കൊടുത്താൽ 4 എന്നുള്ള നാലാമത്തത് എന്ത് ചെയ്യും? വിളിക്കും. ഇതിനെയാണ് എന്ത് ചെയ്യുക? ഓവർലോഡിങ് എന്നുള്ളത് പറയുക. ഓക്കെ, സിമ്പിളായിട്ട് ബേസിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് എവിടെയും നമ്മൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്നുള്ള പ്രിന്റ് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടില്ല, റിട്ടേൺ മാത്രം ചെയ്യുന്നുള്ളൂ. അപ്പോൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കണം? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ. ഓക്കെ, കഴിഞ്ഞ വീഡിയോസിൽ ഇത് പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? ഈ ആഡ് എന്നുള്ളത് എടുത്ത് ഇവിടെ കോൾ ചെയ്യാം. പാരാമീറ്റേഴ്സ് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? വീണ്ടും ഞാനൊരു സിസ്റ്റം ഡോട്ട് ഓക്കെ, അത് ആദ്യം ഇത് പ്രിൻ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം കാണിച്ചു തരാം. ഓക്കെ, ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ. ഓക്കെ, ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അൺഎക്സ്പ്ലിസിറ്റ് റിട്ടേൺ വാല്യൂ. ഓക്കെ 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 ഓക്കെ, എന്താ ഇഷ്യൂ മനസ്സിലായോ? ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇവിടെ ഒക്കെ പബ്ലിക് വോയിഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വോയിഡ് എന്ന് വെച്ചാൽ എന്താ? റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തതാണ്. മനസ്സിലായോ? റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് ഈ എറർ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇത് പറഞ്ഞതാണ്, അതുകൊണ്ടാണ്. കാരണം ഈ എറർ നമ്മൾ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എറർ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, വോയിഡ് എന്നുള്ളത് റിട്ടേൺ ടൈപ്പ് ഇല്ലാത്തതാണ്. പക്ഷേ ഇവിടെ നമ്മൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. A+B എത്ര? എന്താണ് വാല്യൂ? അത് ഇൻറ്റീജർ ആണ്. അപ്പോൾ ഇൻറ്റീജർ ആകുമ്പോൾ വോയിഡിൻ്റെ പകരം അവിടെ ഇൻറ്റ് എന്നുള്ളത് കൊടുക്കണം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, അതാണ് എറർ. വോയിഡിൻ്റെ അകത്ത് ഇൻറ്റാക്കി കൊടുത്താൽ മതി. എന്നിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ. ഓക്കെ, ഇവിടെ കണ്ടോ 2 പാരാമീറ്റേഴ്സ് 60 ആണ്. എത്ര നമ്മൾ കൊടുത്തത്? നമ്മൾ അയച്ചത് 10, 20, 30. അപ്പോൾ ഏതാണ് വയ്ക്കുന്നത്? 2 പാരാമീറ്റേഴ്സ് അല്ല, 3 പാരാമീറ്റേഴ്സ് ഉള്ളതാണ്. സോറി. അപ്പോൾ ഈ ഫംഗ്ഷനാണ് നമുക്ക് എന്ത് ചെയ്ത് വർക്ക് ചെയ്തത്. മനസ്സിലായോ? 10 + 20 30, 30 + 30 60. അപ്പോൾ നമുക്ക് ഏത് വർക്കായി? ഈ പറഞ്ഞ മൂന്നാമത്തെ വർക്കായി. ഇനി നമുക്ക് 2 എണ്ണം കൊടുത്തു നോക്കാം. 2 എണ്ണം കൊടുത്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ. കണ്ടോ, 2 പാരാമീറ്റേഴ്സ് 30 എന്നുള്ളത് പ്രിൻ്റായി. ഓക്കെ, ഇനി 4 എണ്ണം കൊടുത്താൽ എന്താ സംഭവിക്കുക എന്നുള്ളതും കൂടി നോക്കാം. നാലാമത്തെ വർക്ക് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത്. സേവ് ചെയ്യുക. വീണ്ടും ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ. ഓക്കെ, അവിടെ കണ്ടോ 2 പാരാമീറ്റർ 4 ആക്കി കൊടുത്താൽ മതി. ഓക്കെ, എന്നുവെച്ചാൽ കണ്ടോ 82 എന്നുള്ളത് ശരിയാണ്. ഉത്തരം ശരിയാണ്. അതാണ് എന്ത് ചെയ്യുക നമുക്ക് കാണിക്കുക. അതായത് 10, 2, 30, 40. അപ്പോൾ എത്രയായി? 82 എന്നുള്ള കേസ് വന്നു. ഓക്കെ, ഇതിനെയാണ് എന്ത് ചെയ്യുക? മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുക. ഓക്കെ, ഇനി മെത്തേഡ് ഓവർ റൈഡിങ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കാരണം ലെങ്ത് കൂടി പോകുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചുരുക്കിയെടുക്കുന്നത്. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഫ്രീ സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. കീപ്പ് വാച്ചിങ്.